എല്ലാവർക്കും നമസ്തേ. BJP 3 ദിവസം മിണ്ടിയില്ല, അതുകൊണ്ട് പാർട്ടി ഒന്നും ചെയ്തില്ലെന്ന് വിധിയെഴുതിയവർ ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന കഥയും യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളും രണ്ടാണ്. ആദ്യം നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം, പിന്നെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇതിനെ കുറിച്ച് പാർട്ടിന്റെ നിലപാട് ഡിസ്ട്രിക്ട് പ്രസിഡന്റും മേയറും കൗൺസിലർമാരെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായം അല്ല അവർ പറഞ്ഞിരിക്കുന്നത്, പാർട്ടിയുടെ നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ നിലപാടാണ്. ഇതിനെക്കുറിച്ച് ഇനി ഞാനൊരു വിവാദത്തിൽ കയറാനോ എന്നെ കയറ്റാൻ നിങ്ങൾ ശ്രമിക്കരുത്, നടക്കില്ല. ഞങ്ങൾ ചെയ്യേണ്ടതല്ല, ഞങ്ങൾ ചെയ്യും എന്ന് ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അത് SHO ഉണ്ടാകാൻ പാടില്ല, ഇവിടുത്തെ സഖാമാർക്കും ഉണ്ടാകാൻ പാടില്ല, ഇവിടുത്തെ ആഭ്യന്തര മന്ത്രിക്കും ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇത് പോളിറ്റിക്സ് ഞങ്ങളുടെ ഒപ്പം കളിക്കാൻ ശ്രമിച്ചാൽ അത് ഞങ്ങൾക്ക് കളിക്കാനും ഞങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ചിലർ സുഗതൻ വിഷയത്തിൽ BJP മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു മുറവിളി കൂട്ടുകയാണ്. അതിൽ സത്യസന്ധമായി പ്രതികരിക്കുന്നവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. ഈ അല്ലാത്തവരുടെ കൂട്ടത്തിൽ നിന്ന് ചില കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് ഇറങ്ങിയ കുറച്ച് ആളുകളുണ്ട് കേട്ടോ. അവര് BJP ഉപദേശിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. പക്ഷെ സത്യം എന്താണ്? കഴിഞ്ഞ 3 ദിവസം സംസ്ഥാന അധ്യക്ഷനും MLAയുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ മേയർ VV രാജേഷിനൊപ്പം ദില്ലിയിൽ തിരുവനന്തപുരം നഗരത്തിന്റെ വികസനകാര്യ ചർച്ചകളിലായിരുന്നു. വിവിധ മിനിസ്ട്രികൾ സന്ദർശിക്കുന്ന തിരക്കിലായിരുന്നു. VV രാജേഷിനൊപ്പം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരികെ വരാനിരുന്നതാണ്. അതിനിടയിൽ BJP ആലപ്പുഴ മേഖലാ സംഘടനാ സെക്രട്ടറി L പത്മകുമാറിന്റെ നിര്യാണം സംഭവിച്ചു. തുടർന്ന് അദ്ദേഹം കൊച്ചിയിലെത്തി നേരെ ആലപ്പുഴയിലേക്ക് പോയി. അതായത് കേരളത്തിലെത്തി അന്ത്യാഞ്ജലി അർപ്പിക്കാനാണ് ആദ്യം പോയതെന്ന്. തൊട്ടു പിറ്റേ ദിവസം, അതായത് ഇന്ന് രാവിലെ തന്നെ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു. വാർത്താ സമ്മേളനത്തിൽ സുഗതൻ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് വ്യക്തമായും കൃത്യമായും അറിയിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ സുഗതനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പാർട്ടി പോകുമെന്ന് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാട് ശക്തമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. അല്ലാതെ അനാവശ്യമായ വിവാദങ്ങളോ സംഭാഷണങ്ങളോ സൃഷ്ടിക്കാൻ താല്പര്യവുമില്ല, സമയവുമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. കൂടെ ഉണ്ട് BJP. അതിനപ്പുറത്തേക്ക് അദ്ദേഹം എന്താണ് പറയേണ്ടത്? ഇതിൽ കൂടുതൽ എന്ത് വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങളും കുത്തിത്തിരിപ്പ് പരിപാടികളും വലിയ മോശമാണ് കേട്ടോ. ഓരോ കാര്യത്തിനും അതിൻ്റെതായ പ്രോട്ടോകോളുകളും നടപടിക്രമങ്ങളും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. മുൻപ് K സുരേന്ദ്രന് നേരെയായിരുന്നു ഇക്കൂട്ടരുടെ സ്ഥിരം വിമർശനം. ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല, KJP BJPയെ നശിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെയായിരുന്നു അന്നത്തെ ആരോപണം. ഇന്ന് അതേ വിമർശനം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിന് നേരെ. ഇനി ആരൊക്കെ സംസ്ഥാന അധ്യക്ഷനായി വന്നാലും ഇവർക്ക് കുറ്റം പറയാൻ മാത്രമേ അറിയൂ. ചില കാര്യങ്ങൾ കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ തോന്നില്ല. ആരോ പറഞ്ഞതുപോലെ നമ്മുടെ ശത്രുക്കൾ പുറത്തുള്ളവരല്ല, നമ്മുടെ കൂടെ നിൽക്കുമെന്ന് തോന്നിപ്പിച്ച് നിൽക്കുന്ന ചിലരാണ്. വസ്തുതകൾ അറിയാതെ വിമർശിക്കുന്നതിനേക്കാൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി സംസാരിക്കുന്നതാണ് നല്ലത്. ഇനി സംഘികളോടാണ്. ഫേസ്ബുക്കിൽ ചില പ്രൊഫൈലുകളുണ്ട്. BJPയോട് ചേർന്ന് നിൽക്കുമെന്ന് തോന്നിപ്പിച്ച് മോദി മാമൻ കി ജയ് വിളിച്ച് നടന്ന് പിന്നീട് അങ്ങോട്ട് കീലേറി അച്ചു കളിക്കും. ലവൻ പോരാ, ലവൻ മറ്റേതാണ്, ലവനായിരുന്നെങ്കിൽ ഇങ്ങനെ നടന്നേനെ, അങ്ങനെ നടന്നേനെ. ഇരുകാലിത്തരവും ഇരിക്കുന്നിടം കുഴിക്കുകയും ചെയ്യുന്ന കുഴിയാനകളുമാണ് ഇക്കൂട്ടർ. ഒരു പ്രശ്നം വരുമ്പോൾ അതിനിടയിൽ വന്ന് പാർട്ടി അനുഭാവികൾക്ക് തന്നെ മതിപ്പില്ലാതാക്കാൻ ഇതുപോലുള്ള കീലേരി അച്ചുകളി തുടങ്ങും. ഇനിയെങ്കിലും ഇങ്ങനെ അങ്ങ് BJPയെ സ്നേഹിച്ചു കൊല്ലാതെ പ്ലീസ്. BJPയെ സ്നേഹിക്കുന്നതിനേക്കാൾ BJPയെ ഉപദേശിക്കാനാണ് ചിലർക്ക് കൂടുതൽ താല്പര്യം. അവരോടാണ് പറയാനുള്ളത്, സംഘടനയ്ക്ക് എപ്പോൾ എന്ത് പറയണം, എന്ത് ചെയ്യണമെന്ന് നന്നായി അറിയാം. പ്രവർത്തകരായ ഞങ്ങൾക്ക് നേതൃത്വത്തിൽ വിശ്വാസമുണ്ട്. എല്ലാ തന്ത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ചല്ല രാഷ്ട്രീയം ചെയ്യുന്നത്. അതുകൊണ്ട് ലൈക്കിനും റീച്ചിനും വേണ്ടി അനാവശ്യ ഭിന്നത സൃഷ്ടിക്കാതെ വസ്തുതകൾ മനസ്സിലാക്കി സംസാരിക്കൂ. അത്രയേ പറയാനുള്ളൂ.